ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായ ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു വലിയ സബോള സ്ലൈസായിട്ട് കട്ട് ചെയ്തിരുന്നു. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പൊട്ടറ്റോ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ സബോള ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം 3 പൊട്ടറ്റോ നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കി വയ്ക്കാം. അതിനുശേഷം വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂണ് പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പെരുംജീരകം ഒന്ന് പൊട്ടിച്ചെടുത്തു. പെരുംജീരകം കടുകും ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരുന്ന പൊട്ടറ്റോ നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുത്തു. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നല്ലോണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ പൊട്ടറ്റോ നമുക്കിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. കഷ്ണത്തുമ്മയൊക്കെ മഞ്ഞൾപ്പൊടി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം 5-6 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചു കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ നമുക്ക് ഇളക്കി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി ഒന്ന് പരത്തിയിട്ടു കേട്ടോ. 3-4 പച്ചമുളകും കൂടിയും കീറിയിട്ട് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് പരത്തിയിട്ടു. 2 മിനിറ്റ് നമുക്കൊന്നത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയിടുകയാണ് കേട്ടോ. വീണ്ടും 2 മിനിറ്റ് വീണ്ടും അടച്ച് വെച്ചു. വീണ്ടും തുറന്ന് വീണ്ടും ഇളക്കിയിടുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ പൊട്ടറ്റോ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അടി പിടിക്കാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. പൊട്ടറ്റോ ഒക്കെ ഒരുവിധമൊക്കെ നല്ലപോലെ വെന്ത് വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതേവരെ മുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ മുളക് പൊടിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി. പൊട്ടാറ്റോ നല്ലപോലെ വെന്തു കേട്ടോ. നല്ലപോലെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് തക്കാളി 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി പൊട്ടറ്റോ വെന്തതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ തക്കാളി ഇട്ടാൽ പൊട്ടറ്റോ വേവില്ല. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇതാ ഉരുളക്കിഴങ്ങ് എന്ത് വന്നപ്പോൾ അത് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. തക്കാളിയും കൂടി ചേർത്ത് തക്കാളി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം.
ആ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അതിന് ശേഷം അടപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. തക്കാളിയൊക്കെ വെന്ത് വന്നു കേട്ടോ. തക്കാളിയൊക്കെ എല്ലാം വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, വെളുത്ത കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമാണ് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തത്. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഒരുപാട് വെന്തിങ്ങനെ ഉടക്കരുത് കേട്ടോ. ഇങ്ങനെ വെതറി കിടക്കണം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന സബോള ഉണ്ടല്ലോ, സബോള നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നല്ലോ, ആ സബോളയും കൂടിയും ചേർത്ത് കൊടുത്തു. വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയത്. പൊട്ടറ്റോ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.